نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه എല്ലാ പ്രിയപ്പെട്ട ചക്രവാക്കൾക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ? അടിപൊളിയാണോ? സെറ്റാണോ? ഓക്കെ അല്ലേ? യെസ്. എടാ മക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റഗ്രേഷൻ ആണെടാ. ഇന്റഗ്രേഷൻ, ഉഗ്രതനം, ഉദ്ഗ്രഥിതം എന്നൊക്കെ പറയുന്ന നമ്മുടെ പേപ്പറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ ഇന്റഗ്രേഷൻ മൂന്നാമത്തെ ദിവസത്തിന്റെ 1ാം ക്ലാസ്സിലെ പേപ്പർ നമ്മൾ ഇന്ന് നോക്കാൻ പോവാണ്. നമ്മൾ ഇന്ന് അടിച്ചു പൊളിക്കും, നമ്മൾ ഇന്ന് അടിച്ചു പൊളിച്ച് നമ്മൾ ഇന്ന് മുഴുവനായിട്ട് നമ്മൾ ഇത് പഠിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. 1ാമത്തെ ദിവസത്തെയും 2ാമത്തെ ദിവസത്തെയും ചോദ്യ പേപ്പർ നിങ്ങൾ കണ്ടു, ഇംഗ്ലീഷിന്റെ ചോദ്യ പേപ്പർ കണ്ടു, അറബിക്കിന്റെ ചോദ്യ പേപ്പർ കണ്ടു, അതിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് കണ്ടിട്ടില്ലേ? ഇതൊക്കെ കാണണം. നമ്മുടെ ചാനലിലുണ്ട് ഇതൊക്കെ കാണാണ്ട് പരീക്ഷയ്ക്ക് പോരുത് കേട്ടോ. ഫുൾ മാർക്ക് വാങ്ങാനുള്ളതാണ്. നമുക്ക് ഫുൾ മാർക്ക് വാങ്ങണം. യെസ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് നമ്മൾ ഇന്റഗ്രേഷൻ 3ാമത്തെ ദിവസത്തിന്റെ ചോദ്യ പേപ്പർ നമ്മൾ നോക്കാൻ പോവാണ്. അങ്ങോട്ട് പറഞ്ഞു തരാണ് നിങ്ങൾക്ക്. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോന്റെ താഴത്തൂടെ ഇങ്ങനെ ഉറുമ്പെയ്യുന്ന പോലെ കുറച്ച് സ്പീഡിലൊക്കെ നമ്പർ ഇങ്ങനെ പോകുന്നുണ്ട്. ആ നമ്പറിൽ വാട്സപ്പിൽ ഹായ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ ആണോ? സെറ്റ് ആണോ? നമ്മൾ സ്റ്റാർട്ട് ചെയ്യട്ടെ. മുടി ഒന്ന് റെഡി ആവുന്നില്ല. സ്റ്റാർട്ട് ചെയ്യുകയാണ്. റെഡി. ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഇന്റഗ്രേഷൻ ഡേ 3 ക്ലാസ് 1 റെഡി. അപ്പൊ നമ്മൾ തുടങ്ങാനാണ് മക്കളെ. നോക്കാണ്, സിമ്പിൾ അല്ലേ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടല്ലേ? സംഭാഷണം തയ്യാറാക്കുക. റെഡി. ആക്ടിവിറ്റി 10 അപ്പൊ 1 മുതൽ 9 വരെയുള്ള ആക്ടിവിറ്റി എവിടെ സാറേ എന്ന് ചോദിച്ചാൽ 1 മുതൽ 9 വരെയുള്ള ആക്ടിവിറ്റി നമ്മൾ 1ാമത്തെ ദിവസം ചർച്ച ചെയ്തു, 2ാമത്തെ ദിവസവും ചർച്ച ചെയ്തു. ഇത് നമ്മൾ 3ാമത്തെ ദിവസത്തെ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ 9 വരെയുള്ള ആക്ടിവിറ്റി കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണണം. ഓക്കെ, റെഡി. അപ്പൊ സംഭാഷണം തയ്യാറാക്കുക. മാനത്തൂടെ പറക്കുന്ന സുന്ദരി പട്ടത്തെ നോക്കൂ. പട്ടം പറന്ന് ഒരു പക്ഷിയെ കണ്ടുമുട്ടി. അവർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാകും? പട്ടം പക്ഷി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവിടെ എഴുതി കൊടുക്കാൻ വേണ്ടി പറയാണ്. നമുക്ക് എഴുതിക്കൂടെടാ മക്കളെ. പട്ടത്തിന് നല്ലൊരു പേരിടും. ഇത് സുന്ദരി സുന്ദരി എന്ന് പേരിടാം അല്ലേ? അങ്ങനെ കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ടോ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ടോ. കുട്ടോ എന്താ കുട്ടുപട്ടം ഇട്ടൂടെ? പൊന്നു, ചക്കര, കുക്കുറോ, ഗിങ്കിരി, അങ്ങനെ നല്ല പേരൊക്കെ ഉണ്ട് കേട്ടോ. മാനത്തൂടെ പറക്കുന്ന സുന്ദരി പട്ടത്തെ നോക്കൂ. പട്ടം പറന്ന് ഒരു പക്ഷിയെ കണ്ടുമുട്ടി. അവർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാകും? പട്ടം പറയാണ് അല്ലേ? ഹായ് അല്ലേ? അപ്പൊ പക്ഷി പറയും ഹായ് പട്ടം, എങ്ങനെയൊക്കെ പറഞ്ഞൂടെ? റെഡി, നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അവിടെ നോക്കൂ. എന്താ കൊടുത്തത്? ഹായ് പക്ഷി, നീ എന്നെ അറിയുമോ? പട്ടം ചോദിക്കാണ്. ഹായ് പക്ഷി, നീ എന്നെ അറിയോ? അപ്പൊ പറയാണ് ഇല്ലല്ലോ. ആരാണ് നീ? നിനക്ക് ചിറകില്ലല്ലോ, പക്ഷെ നീ എങ്ങനെയാ പറക്കുന്നേ അല്ലേ? നിനക്ക് ചിറകില്ലല്ലോ, ആരാണ് നീ? എന്നിട്ട് ഇങ്ങനെ പറന്ന് പോകുന്നുണ്ടല്ലോ. ആരാ? പറയ് ആരാണ് ചോദിക്കാണ്. അപ്പൊ പറയാണ് ഞാൻ കുട്ടികളുടെ ഒരു കളിപ്പാട്ടമാണ്. അവർ എന്നെ നൂലിൽ കെട്ടി പറത്തിവിടും. കാറ്റുള്ളത് കൊണ്ടാണ് ഞാൻ പറക്കുന്നത്. അങ്ങനെയൊക്കെ പറയുന്നത് അല്ലേ? നമുക്ക് ചെറുതാക്കി എഴുതിയാലും മതി. ചെറുതാക്കി വലിയതാക്കി ഒന്നും എഴുതണമെന്നില്ല. ചെറുതാക്കി എഴുതിയാലും മതി മക്കളെ, കേട്ടോ. അപ്പൊ പക്ഷി പറയാണ് നീ സുന്ദരിയാണല്ലോ, എത്ര നിറങ്ങളാണ് നിനക്ക്, സുന്ദരമായ വാലുമുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? ഇതൊരു രീതിയാണ്. ഇതേപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഇതേപോലെ ഒരു സംഭാഷണം എന്തായാലും എഴുതാനുണ്ടാവും. വലുതാക്കിയൊക്കെ എഴുതണോ വിചാരിച്ച് നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതാക്കി എഴുതിയാലും മതി. സെറ്റ് ആണോ? റെഡി ആണോ? നമ്മളേറെ പോവാണ്. അടുത്തതിലേക്ക് പോവാണ്. ആക്ടിവിറ്റി 11 ആണ് അല്ലേ? Put 3 butterflies in a circle. How many are there outside the circle? അല്ലേ? അപ്പൊ നമ്മളോട് പറഞ്ഞ എന്താടാ? Put 3 butterflies in a circle. നമ്മളോട് 3 ബട്ടർഫ്ലൈനെ ഒരു സർക്കിളിലാക്കാൻ പറയും, ഒരു വട്ടത്തിന്റെ ഉള്ളിൽ. എന്നിട്ട് ഹൗ മെനി ആർ ദർ ഔട്ട്സൈഡ് ദ സർക്കിൾ. അപ്പൊ ഈ ഒരു സർക്കിളിന്റെ പുറത്തുള്ള എത്ര എണ്ണാണ് എണ്ണി വെക്കാൻ വേണ്ടി പറയും. ഒരു വട്ടല്ലടാ, ഈ വട്ടം 3 വട്ടത്തിന്റെ ഉള്ളിലാക്കാൻ പറഞ്ഞു. ആ വട്ടത്തിന്റെ പുറത്ത് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കാം. നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 7. ആൻസർ വളരെ സിമ്പിൾ ആണ്. എന്താ ആൻസർ? 7. സിമ്പിൾ. ഇതൊക്കെ നമുക്ക് അറിയുന്നതാ. പോട്ടെ, അടുത്ത ചോദ്യത്തിലൊക്കെ പോട്ടെ. ഇതൊക്കെ അറിയുന്നത് സാറേ, ഇതൊന്നും നിങ്ങൾ പറയണ്ട സാറേ അല്ലേ? അങ്ങനെയല്ലേ? പോവാടടാ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാടേ. നോക്കാം നമുക്ക്.
which is more? Put tick mark. അല്ലേ? അപ്പൊ നമ്മളോട് കൗണ്ട് ചെയ്തിട്ട് എത്ര എണ്ണാണ് കൂടുതലെന്ന് നോക്കാം. എന്ന് നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17. ഇത് എത്രയാ ഉള്ളത്? ഇത് 17 ആണുള്ളത് അല്ലേ? ഇത് 17 ആണ്. ഇനി ഇത് കൗണ്ട് ചെയ്ത് നോക്കാം കേട്ടോ. തൊട്ടപ്പുറത്തുള്ളത് കൗണ്ട് ചെയ്ത് നോക്കട്ടെ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. Yay! 18. അപ്പൊ 17 ആണോ വലുത്? 18 ആണോ വലുത്? ഏതാ വലുത്? 17 ആണോ? 18 അല്ലേ? റെഡി സെറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തേക്ക് പോവാണ്. ഇവിടെ നോക്കൂ. Write the numbers in the colored boxes from smallest to largest. ഇവിടെ കളർ ബോക്സിൽ കുറെ നമ്പറുകൾ തന്നിട്ടുണ്ട്. നിങ്ങളോട് എന്താ പറഞ്ഞത്? ഇത് സ്മോളിൽ നിന്ന് ലാർജസ്റ്റിലേക്ക് എഴുതാം, ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാം. അപ്പൊ നമ്മൾ ഇതിൽ നോക്കുമ്പോ ഇതിൽ ഏറ്റവും ചെറുത് ഏതാടാ? ഇതിൽ ഏറ്റവും ചെറുത് 4 ആണ് അല്ലെ? 4 നമ്മൾ കണ്ടു. അതിന് കഴിഞ്ഞിട്ട് അതിന്റെ ചെറുത് ഏതാ? അതിന്റെ ചെറുത് എന്ന് പറയുന്നത് 6 ആണ്, അത് എഴുതി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതിന്റെ ചെറുത് നോക്ക് 8 ആണ്, അത് എഴുതി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറുത് വരുന്നത് 11 ആണ്, അത് എഴുതി കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ ചെറുത് വരുന്നത് 13 13 ആണ്, അത് എഴുതി കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് 17 വരുന്നു, 17 എഴുതി കൊടുത്തു. പിന്നെ 18 വരുന്നു, 18 എഴുതി കൊടുത്തു. പിന്നെ 19 വരുന്നു, 19 എഴുതി കൊടുത്തു. യാ 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 യോ 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 യോ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടോ? രസമുണ്ടോ? പറയടാ. എങ്ങനെയുണ്ട്? ഉഷാറായില്ലേ? അടിപൊളിയല്ല? അടിപൊളിയല്ലടാ? സെറ്റ് അല്ലടാ? ഇത് സെറ്റ് അല്ലേ? 4 6 8 11 13 17 18 19. റെഡി അല്ലേ? ശരിയല്ലേ? ശരിയാണല്ലോ. റെഡി. അപ്പൊ ഇനി അടുത്തത് ആഡപ്പ് ചെയ്യാണ്, കൂട്ടാൻ വേണ്ടി പറയാണ്. കൂട്ടാൻ വേണ്ടി പറയാണ്, ആഡ് ചെയ്യാൻ വേണ്ടി പറയാണ്. 11ഉം 2ഉം 11ഉം 2ഉം കൂടെ കൂട്ടണം. എത്രയാ വരിക? 13 അല്ലേ? 13. ഇനി അടുത്തതോ 10ഉം 2ഉം എത്രയാ വരിക? 12 അല്ലേ? ഇനി അടുത്തതോ 17ഉം 2ഉം എത്രയാ വരിക? 19. ഇനി അടുത്തതോ 3ഉം 10ഉം എത്രയാ വരിക? 13. കൂട്ടാൻ വേണ്ടി നമുക്ക് അറിയണം, കൂട്ടാൻ വേണ്ടി നമുക്ക് അറിയണം. അറിയോ? അറിയോ? അറിയണേ, പഠിക്കണേ. കൂട്ടാൻ വേണ്ടി നമ്മൾ പഠിക്കൽ നിർബന്ധ. പരീക്ഷക്ക് വരുമെന്ന് വെച്ചാൽ വെറും പരീക്ഷക്ക് 1 കഴിഞ്ഞാൽ നമുക്കത് വിഷയമാകും കേട്ടോ. എഴുതണം. റെഡി. എടാ മക്കളെ, നമ്മൾ പോവാണ് അടുത്തയിലേക്ക്. നമ്മൾ പോവാണ് പേരെഴുതാം. ഇവിടെ നോക്കൂ, താഴെ കൊടുത്തിരിക്കുന്ന പക്ഷികളുടെ പേരെഴുതുക. ഒരുപാട് പക്ഷികളുടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ പേരെഴുതുക. നിങ്ങൾക്ക് പരിചയമുള്ള ഒരു പക്ഷിയെ കുറിച്ച് എഴുതൂ എന്നാണ്. ഇവിടെ ഒരുപാട് പക്ഷികളുടെ നോക്കൂ, ഒരുപാട് പക്ഷികളെ കൊടുത്തിട്ടില്ലേ? നിങ്ങൾക്ക് അറിയുന്ന പക്ഷികളില്ലേ ഇതില്? ഇല്ലേ? നോക്ക്, തത്തയുണ്ട്, മൈനയുണ്ട്, പിന്നെയോ പൊന്മാനുണ്ട്, മയിലുണ്ട്, പ്രാവുണ്ട്, പിന്നെയോ പരുന്തുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയുന്നത് അല്ലെ? നിങ്ങൾക്ക് പരിചയമുള്ള ഒരു പക്ഷിയെ കുറിച്ച് എഴുതൂ എന്നാണ് പറഞ്ഞത്. ഒരു പക്ഷിയെ പറ്റി എഴുതുകയും ചെയ്യും അല്ലെ? തത്തയുണ്ട് അല്ലെ? മാടത്തയോ, പൊന്മാനുണ്ട്, മയിലുണ്ട്, പ്രാവുണ്ട്, ഉപ്പൻ. ഉപ്പനാണ് കേട്ടോ അത്. ഇത് ഉപ്പനാണ് കേട്ടോ. ഉപ്പൻ, ചെമ്പോത്ത് എന്നൊക്കെ പറയൂലേ? ചെമ്പോത്ത്, ഉപ്പൻ അല്ലെ? ഉപ്പനാണ് ഇത് കേട്ടോ, ഉപ്പൻ. അപ്പൊ ഈ പക്ഷികളെ പറ്റി എനിക്ക് പരിചയമുള്ള പക്ഷി, ഞങ്ങളുടെ പരിസരത്ത് എപ്പോഴും കാണാറുള്ള ഒരു പക്ഷിയാണ് മാടത്തക്കിളി. മാടത്തക്കിളി അല്ലേ? മാടത്തക്കിളി, മാടത്തക്കിളി, പാടത്തെന്തു വിശേഷം പറയുക, ചൊല്ലുക, പാടത്തെന്തു വിശേഷം. അങ്ങനത്തെ പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ കൂടെ പരിസരത്ത് എപ്പോഴും കാണാറുള്ള ഒരു പക്ഷിയാണ് മാടത്തക്കിളി. 2 മാടത്തക്കിളിയെ ഒരുമിച്ചാണ് എപ്പോഴും കാണാറുള്ളത്. മുറ്റത്തും പരിസരത്തും ചാടി നടന്ന് ചെറു പ്രാണികളെയും മറ്റും പിടിച്ചു തിന്നും ഇവർ. മനുഷ്യർ സംസാരിക്കുന്നത് കേട്ട് അതുപോലെ സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട് മാടത്തക്കിളി. മനുഷ്യർ സംസാരിക്കുന്ന പോലെ തത്തമ്മയൊക്കെ സംസാരിക്കൂലേ? അതേപോലെ ഇങ്ങനെ ഈ സംഭവങ്ങളും ഈ പക്ഷിയും സംസാരിക്കുമ്പോൾ റെഡി. അപ്പൊ തത്തയെ കണ്ടു, മാടത്തെ കണ്ടു, പൊന്മാനെ കണ്ടു, മയിലിനെ കണ്ടു, പ്രാവിനെ കണ്ടു, ഉപ്പനെ കണ്ടു. ഉപ്പ 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 ഉപ്പ. ഞാനും എന്റെ അപ്പയുണ്ടല്ലോ, എന്റെ ഫാദറിനെ ഞാൻ ഉപ്പ എന്നാ വിളിക്കാം. ഉപ്പ എന്ന് പറഞ്ഞൊരു പക്ഷിയാവും.
ഇനി മാറ്റി വിളിക്കേണ്ടി വരുമോ? റെഡി. അപ്പൊ അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോവാണ്. സെയിം കളർ. ലുക്ക് അറ്റ് ദ നമ്പേഴ്സ് ആൻഡ് കളർ ദം ദ സെയിം. ലുക്ക് അറ്റ് ദ നമ്പേഴ്സ് ആൻഡ് കളർ ദം സെയിം. ലുക്ക് അറ്റ് ദ നമ്പേഴ്സ്. എവിടെയാ നമ്പർ ഉള്ളത്? ഇവിടെയാണോ നമ്പർ കൊടുത്തിട്ടുള്ളത് അല്ലേ? ഇവിടെ നോക്കൂ, 4 അല്ലേ, അതേപോലെ തന്നെ 5, അതേപോലെ തന്നെ 3, അതേപോലെ തന്നെ 2, അതേപോലെ തന്നെ 1, 15 അല്ലേ. അപ്പൊ എന്ത് ചെയ്യാണ്, ഇവിടെ ഈ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമ്മളോട് എന്ത് ചെയ്യാൻ വേണ്ടി പറയാണ്? കളർ കൊടുക്കാൻ വേണ്ടി പറയാം അല്ലെ. നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാം? കളർ കൊടുക്കാം ഇല്ലേ? കളർ കൊടുത്തൂടെ? കളർ കൊടുക്കാം. അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്തയിലേക്ക് പോവാണ്. അടുത്ത ഒരു പേജിലേക്ക് നമ്മൾ പോവാണ്. ഇത് ഓക്കെ അല്ലേ? ഇത് സെറ്റ് അല്ലേ? ഇത് സെറ്റ് അല്ലേ? റെഡി. ഇവിടെ ആണെങ്കിൽ നമുക്ക് നമ്പറുകളൊക്കെ വേണമെങ്കിൽ എഴുതി കൊടുക്കാം. ഇത് എത്രയുണ്ട്? ഇത് 4 ആണ്, ഇത് 3 ആണ്, ഇതോ 1 2 3 4 5, ഇത് 5 ആണ്, ഇത് 2 ആണ്, ഇത് 1 ആണ്, ഇതോ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 അല്ലേ? റെഡി, സെറ്റ്, റെഡി. അപ്പൊ അത് കഴിഞ്ഞു അല്ലേ? അപ്പോ ഓക്കെ, റെഡി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? കളറുകൾ കൊടുക്കാൻ വേണ്ടി പറയാണ്. എല്ലാത്തിനും ഒരേ കളർ കൊടുക്കണം. നമ്പർ എഴുതി കൊടുക്കുക, അതേപോലെ തന്നെ എന്ത് ചെയ്യുക? ഇതിന് കളറും ചെയ്ത് കൊടുക്കുക. റെഡി അല്ലേ? സെറ്റ്, ഓക്കെ, റെഡി. അപ്പൊ കഥ പൂർത്തിയാക്കാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു സംഭവം കൂടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ നമ്മൾ നോക്കിയിട്ട് ഇന്നത്തെ അവസാനിപ്പിക്കുകയാണ്. തന്നിരിക്കുന്ന വാക്കുകൾ ഉചിതമായ സ്ഥലത്ത് എടുത്തെഴുതി കഥ പൂർത്തിയാക്കും. ഇവിടെ കുറെ വാക്കുകൾ തന്നിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണോ? ഇവിടെ കൊടുത്ത കഥയിൽ അങ്ങോട്ട് കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് നോക്കണം. അത്ര സിമ്പിൾ ആണ്. നോക്കാം. കുഞ്ഞിക്കുരുവി 2, വിരിഞ്ഞ്, വിശന്ന്, കുഞ്ഞുങ്ങൾ, മുട്ടകൾക്ക്, കുഞ്ഞുങ്ങൾ, കാക്കച്ചിയെ, മഴ, കാക്കച്ചി, കുഞ്ഞുങ്ങൾ. നമുക്ക് നോക്കാം. കുഞ്ഞിക്കുരുവി മരത്തിൽ കൂടുവെച്ചു. കാക്കച്ചിയുടെ കൂടിനടുത്താണ് കൂട് അല്ലേ? ഇനി അടുത്തത് ഇവിടെയാണ് വേണ്ടത്. ഇവിടെ എന്താ വരിക? ഇവിടെ എന്താ വരിക നോക്കാം. ഇനി അടുത്തത് കുഞ്ഞിക്കുരുവി ഡേഷ് അടയിരുന്നു. കുഞ്ഞിക്കുരുവി എന്തിനായിരിക്കും അടയിരുന്നിട്ടുണ്ടാവുക? എന്തിനായിരിക്കും? മുട്ടകൾക്കല്ലേ? റെഡി. ഇനി അടുത്ത നോക്കൂ. മുട്ടകൾ എന്താ സംഭവിച്ചത്? മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വന്നു അല്ലേ? കുഞ്ഞുങ്ങൾ എന്താ ചെയ്തിട്ടുണ്ടാവുക? വിശന്ന് കരയാൻ തുടങ്ങി. കുഞ്ഞുങ്ങളെ കാക്കച്ചിയെ ഏൽപ്പിച്ച് കുഞ്ഞിക്കുരുവി തീറ്റ തേടി പറന്നുപോയി അല്ലേ? പിന്നെയോ കുഞ്ഞിക്കുരുവി വന്നു, കുട്ടികൾ കരഞ്ഞു. നോക്കാം നമുക്ക് എന്താന്നുള്ളത്. നോക്കൂ. കുഞ്ഞിക്കുരുവി മരത്തിൽ കൂടുവെച്ചു. കാക്കച്ചിയുടെ കൂടിനടുത്താണ് കൂട്. കുഞ്ഞിക്കുരുവി 2 മുട്ടകൾ ഇട്ടു. കുഞ്ഞിക്കുരുവി മുട്ടകൾക്ക് അടയിരുന്നു. മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. കുഞ്ഞുങ്ങൾ വിശന്ന് കരയാൻ തുടങ്ങി. കുഞ്ഞുങ്ങളെ കാക്കച്ചിയെ ഏൽപ്പിച്ച് കുഞ്ഞിക്കുരുവി തീറ്റ തേടി പറന്നുപോയി. മഴ വന്നു, കുഞ്ഞുങ്ങൾ കരഞ്ഞു. കാക്കച്ചി ചിറക് വിരിച്ച് കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചു. കണ്ടോ കണ്ടോ അല്ലേ? കണ്ടോ? അതാണ് അല്ലേ? ഇവിടെ കുഞ്ഞിക്കുരുവി മരത്തിൽ കൂട് വെച്ച്. കാക്കച്ചിയുടെ കൂടിനടുത്താണ് കൂട്. പിന്നെയോ ഇവിടെ എന്താ എഴുതി കൊടുത്തത്? ഇവിടെ നോക്കൂ. കാക്കച്ചിയുടെ കൂടിനടുത്ത് കുഞ്ഞിക്കുരുവി 2 മുട്ടകൾ ഇട്ടു അല്ലേ? പിന്നെയോ കുഞ്ഞിക്കുരുവി മുട്ടകൾക്ക് അടയിരിഞ്ഞു. പിന്നെയോ ഇവിടെ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. പിന്നെയോ കുഞ്ഞുങ്ങൾ വിശന്ന് കരയാൻ തുടങ്ങി. പിന്നെയോ കുഞ്ഞുങ്ങളെ കാക്കച്ചിയെ ഏൽപ്പിച്ച് കുഞ്ഞിക്കുരുവി തീറ്റ തേടി പറന്നുപോയി. മഴ വന്നു, കുഞ്ഞുങ്ങൾ കരഞ്ഞു. കാക്കച്ചി ചിറക് വിരിച്ച് കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചു. ഈസി അല്ലേ? ഈസി അല്ലേ? സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ഇതൊക്കെ ടീച്ചർ നിങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം വായിച്ചു. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ടീച്ചർ നിങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം ഇത് വായിച്ചു തരുമ്പോ തന്നെ നമുക്ക് ഇതിന്റെ ഉത്തരം നമ്മളെ മനസ്സിൽ ഇങ്ങനെ വരിക. അപ്പൊ നമ്മൾ അതിന്റെ മുകളിൽ നോക്കിയിട്ട് അതിനെ പിടിക്കാൻ അങ്ങോട്ട് എഴുതുക. അത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. നിങ്ങൾ പേടിക്കണം. ഇതേപോലെയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത്. ഇതേപോലെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുമോ? പറ്റൂലേ? പറ്റും. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴത്ത് ഇങ്ങനെയുള്ള ഒരു ബട്ടൺ ഉണ്ട്, ലൈക്ക് ബട്ടൺ. ഇവിടെ ഞെക്കി കൊടുക്കുക. അപ്പൊ അതിന്റെ മുകളിൽ ഇങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ പറഞ്ഞു വരുന്നത് കാണാം. അതൊക്കെ ഞെക്കിയിട്ട് അടിപൊളിയാക്കുക. അടുത്തുള്ളൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും പറ്റുള്ള പ്രിയപ്പെട്ട ചക്കരക്കൊക്കെ ബൈ ബൈ ടാറ്റ. ബൈ ബൈ ടാറ്റ.